അങ്ങനെ നമ്മുടെ ഒരു മാസം ഫുള്ള്, അതായത് നമ്മുടെ ഫെബ്രുവരി മാസത്തിൽ ഒരുപാട് അച്ചീവേഴ്സും ഒരുപാട് സന്തോഷം കാണുമ്പോൾ തന്നെ അവരുടെ മുഖം കാണുമ്പോൾ ഒരുപാട് സന്തോഷമാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ അച്ചീവേഴ്സിന്റെ ഒക്കെ ലീഡർ ആയിട്ടുള്ള ബീനമണിനെ വിളിക്കാം. ഓക്കെ, ബീനെ, ബീനയുടെ താങ്ക് യു ചേച്ചി. ടീമിലത്തെ ആൾക്കാരെ എനിക്ക് ഓരോരുത്തരുടെ ഉം. പരിചയപ്പെടുത്തിക്കോ. നല്ല സ്ട്രോങ് കുറച്ച് മെഡിക്കൽ ആയിട്ടുള്ള പാർട്ട്നേഴ്സ് ഉണ്ട്. അപ്പം കുറച്ച് പേര് ഈ മാസം ഡയറക്ടർ ക്വാളിഫൈ ചെയ്തു, കുറച്ച് പേര് സീനിയർ ഡയറക്ടർ ക്വാളിഫൈ ചെയ്തു. വളരെയധികം സന്തോഷമുണ്ട്. കാരണം നമ്മൾ ആ ഒരു സാറിന്റെ ട്രെയിനിങ്ങിലൊക്കെ പറയുന്ന പോലെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ വന്നപ്പോഴത്തേന് നല്ല രീതിയിൽ ഒരു ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു. അപ്പൊ ഈ മാസം എൻ്റെ ടീമിൽ 2 ഡയറക്ടറും 2 സീനിയർ ഡയറക്ടറുമാണ് ക്വാളിഫൈ ആയിട്ടുള്ളത്. അപ്പം കൃത്യമായ മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്യുന്ന ആളുകളാണ് ഇവരെല്ലാം. ഓൺലൈൻ മീറ്റിങ്ങും ഓഫ്ലൈൻ മീറ്റിങ്ങുകളും എവിടെ ഉണ്ടെങ്കിലും കൃത്യമായിട്ട് പോവുകയും മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുകയും ചെയ്യുന്നതിന്റെ റിസൾട്ടാണ്. അപ്പം എൻ്റെ ടീമിലെ സ്ട്രോങ് ലീഡറാണ് ആശ. ആശയുടെ ചേച്ചിയാണ് ഗീതമ്മ ചേച്ചി. അപ്പൊ ഗീതമ്മ ചേച്ചിയോട് കുറെ നാൾ കൊണ്ട് ആശ ഇങ്ങനെ പറയുകയും സപ്ലിമെന്റ് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനെ പറഞ്ഞ ചേച്ചി ഇങ്ങോട്ട് വരുന്നില്ല, ഒരു സാധനങ്ങളും കഴിക്കുന്നില്ല, മൊത്തം എതിർപ്പാണെന്ന് പറഞ്ഞ് നിന്ന ചേച്ചിയാണ് പിന്നെ കാലൊടിഞ്ഞൊരു സുഖമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് വരികയും പിന്നെ ചേച്ചിയെ പെയ്യെ പെയ്യെ നമ്മുടെ മീറ്റിംഗിലേക്ക് ക്ഷണിക്കുക, അങ്ങനെ ചേച്ചി മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ചേച്ചി പിന്നെ പെയ്യെ പെയ്യെ ബിസിനസ്സിലോട്ട് വരാൻ തുടങ്ങി. അതായത് ഓൺലൈൻ മീറ്റിങ്ങുകളും ഓഫ്ലൈൻ മീറ്റിങ്ങുകളും ഒക്കെ അറ്റൻഡ് ചെയ്യുകയും ഇപ്പൊ ഒരു നിർബന്ധവും ഇല്ലാതെയാണ് ചേച്ചി ഓരോ സ്ഥലങ്ങളിൽ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഒരു വിജയമാണ് ചേച്ചിക്ക് ഇപ്രാവശ്യം ഉള്ളത്. ഡയറക്ടർ ആയിട്ടുണ്ട്, എല്ലാം ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് ചേച്ചി ഡയറക്ടറായിട്ട് വരുന്നുണ്ട്. പിന്നെ എത്രയും പെട്ടെന്ന് തന്നെ സീനിയർ ഡയറക്ടറും പ്ലാറ്റിനും ഒക്കെ ആകട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പൊ 2 വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് ചേച്ചി ക്ഷണിക്കുന്നു. കൺഗ്രാജുലേഷൻസ് ചേച്ചി, ചേച്ചിയുടെ എക്സ്പീരിയൻസ് ആ, പറഞ്ഞു. എല്ലാവർക്കും നമസ്കാരം. ഞാനൊരു എന്റെ അനിയത്തിയാണ് ഇതിനകത്ത് മോദി കെയറിലേക്ക് കൊണ്ടുവന്നത്. ആദ്യം ഒന്നും പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലാകുന്നില്ലായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞ്, ഞാനന്നേരം എനിക്ക് ഗവൺമെന്റ് എംപ്ലോയായിട്ട് ഒരു ജോലി ഉള്ളത് കൊണ്ട് ഞാൻ അങ്ങനെ അങ്ങ് പോകും. ഞാൻ പറയും എനിക്ക് നേരമില്ല ഇതിനകത്തൊന്നും വരാനായിട്ട്, നീ തന്നെ പൊയ്ക്കോ, നീ തന്നെ ചെയ്തോ എന്നൊക്കെ പറയുമായിരുന്നു. പിന്നെ കുറച്ച് നാള് ഇതിനകത്ത് എനിക്ക് പ്രോഡക്റ്റ് ഒക്കെ കൊണ്ടുവച്ചിട്ട് ഞാനത് കഴിക്കത്തില്ല. ഞാൻ പറഞ്ഞു എനിക്കിതൊന്നും വേണ്ട, എന്താന്ന് പോലും അറിയാൻ മേലെ അതങ്ങനെ കഴിക്കുന്നതെന്നൊക്കെ ചോദിച്ചു. പിന്നെ എനിക്ക് റിട്ടയർഡ് ആയി കഴിഞ്ഞ ഒരു ആക്സിഡന്റ് പറ്റി ഞാനങ്ങനെ കിടന്നപ്പം എനിക്ക് പിന്നെ അതിനകത്തൊക്കെ മീറ്റിംഗിൽ കയറി ഡോക്ടറൊക്കെ പറയുന്നതും പിന്നെ അല്ലാതെ ഈ പ്രോഡക്റ്റ് മീറ്റിംഗ് ഒക്കെ പ്രത്യേകം ഉണ്ടല്ലോ. അപ്പൊ അതെല്ലാം കേട്ട് വച്ചപ്പം എനിക്ക് അതിനെക്കുറിച്ച് മനസ്സിലായി. നമ്മളപ്പോ ആദ്യമായിട്ട് ഒരാളോട് ചെന്ന് ചോദിക്കുമ്പോഴേ എന്നെ കണക്കായിരിക്കുമല്ലോ, ആദ്യം എതിർപ്പ് പറയും, പിന്നെ അത് അവർക്ക് അതിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് പറയുന്നത്. അറിഞ്ഞു കഴിയുമ്പോൾ എല്ലാവരും അങ്ങ് ചേരും. പ്രോഡക്റ്റ് ഉപയോഗിക്കുമ്പോഴും നല്ലതാണ്, അപ്പൊ എല്ലാവരും അതിനകത്ത് മേടിക്കാനൊക്കെ തോന്നും. ഒരാൾ മേടിച്ചു കഴിയുമ്പോൾ അടുത്ത ആളിനോടൊക്കെ പറയും ഇത് നല്ലതാണ്. അങ്ങനെയാണ് ഞാനിപ്പോ ഇതിനകത്ത് വരികയും ഞാൻ ഈ പ്രോഡക്റ്റ് ഒക്കെ കൊടുക്കാനും. ആദ്യം എനിക്ക് ഈ പ്രോഡക്റ്റിന്റെ ഇതൊന്നും എങ്ങനെയൊക്കെയാണെന്നൊന്നും അറിയത്തില്ലായിരുന്നു. പിന്നെ ഇത് ഞാൻ മീറ്റിംഗ് കൂടിയാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. 2 നേരം മീറ്റിംഗ് കൂടണം എന്നെങ്കിലേ നമുക്ക് മനസ്സിലാവുള്ളൂ. അങ്ങനെ ഞാൻ ഇതിനകത്ത് മുന്നോട്ട് വന്നു. ഇപ്പൊ ഞാൻ എല്ലാരെയും അറിയുന്നവരെയൊക്കെ ഫോൺ ചെയ്തും പിന്നെ എല്ലാരെയും നേരിട്ട് കണ്ടുമൊക്കെ കൊടുത്ത് എല്ലാവരും ഒക്കെ വാങ്ങിക്കാൻ തുടങ്ങി. എല്ലാവരും നല്ലതാന്ന് പറയുന്നുണ്ട്. പിന്നീടും വന്ന് നമ്മളോട് ചോദിക്കുന്നുണ്ട്. നമ്മൾ പറയാതെ തന്നെ അവര് തീരുമ്പോ ഇങ്ങോട്ട് പറയുന്നുണ്ട്. ഈ മിനിഞ്ഞാന്ന് എന്നോട് ഒരാൾ പറഞ്ഞു എന്റെ സപ്ലിമെന്റ് തീർന്ന് എനിക്ക് വേണമെന്ന്. അങ്ങനെയൊക്കെ ഞാൻ കൊടുക്കുന്നുമുണ്ട്. പിന്നെ എല്ലാവരോടും എല്ലാവരും നല്ലൊരു അഭിപ്രായം പറയുന്നുണ്ട്, നല്ലതാണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഈ നമ്മുടെ ഇതിനകത്ത് അവർ ആദ്യം കേൾക്കുമ്പോൾ എല്ലാവരും ഓർക്കും അയ്യോ ഇത് ഭയങ്കര വിലയാണല്ലോ. ഞാൻ പറഞ്ഞു നിങ്ങൾ സൂപ്പർ മാർക്കറ്റിനേക്കാളിലും ഒക്കെ നല്ല വില കുറവുണ്ട്. നിങ്ങൾ ഈ വിലയാണെന്ന് നിങ്ങൾ മേടിച്ചു നോക്കിയാലല്ലേ അറിയത്തുള്ളൂ, ഗുണമുണ്ടല്ലോ, അതുകൊണ്ട് അങ്ങനെ മേടിക്കാൻ പറഞ്ഞ ആൾക്കാരൊക്കെ നമ്മളോട് ഇങ്ങോട്ട് വന്ന് ചോദിക്കുന്നുണ്ട്. ഒരു പ്രാവശ്യം മേടിച്ചവര് രണ്ടാമത് വന്ന് ചോദിക്കാറുണ്ട്. അങ്ങനെ മേടിച്ച് എനിക്ക് ഇപ്പൊ ഇതിനകത്ത് മോദി കെയറിൽ നന്നായി പ്രവർത്തിക്കണമെന്നും ഇച്ചിരിയും കൂടെ നന്നായി പ്രവർത്തിച്ച് എല്ലാവരോടും സംസാരിച്ച് ഇത് മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് എന്റെ ആഗ്രഹം. മീറ്റിംഗിൽ എല്ലാരെയും കാണുകയും എല്ലാരെയും ഈ അഭിമുഖത്തിൽ എല്ലാവർക്കും പങ്കെടുക്കാനും ഒക്കെ പറ്റുന്നുണ്ട്. അതുകൊണ്ട് രാവിലെ തന്നെ ഒരു ദിനചര്യ പോലെയാണ് ഇപ്പം. നമ്മൾ രാവിലെ 6 മണിക്ക് എഴുന്നേറ്റ് പെട്ടെന്ന് ഇതിനകത്ത് ചേർന്ന് മീറ്റിംഗ് കൂടണമെന്നൊക്കെ ഉള്ളൊരു തോന്നലാണ്. ഇപ്പൊ ദിവസവും ഇങ്ങനെ ചെയ്യണമെന്നൊരു തോന്നൽ വന്നിരിക്കുക. സൂപ്പർ 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 താങ്ക് യു. സൂപ്പർ ചേച്ചി. ഇതാണ് സാധാരണക്കാരുടെ വിജയം എന്ന് പറയുന്നത്. ഇതാണ് ചേച്ചിക്ക് നന്നായിട്ട് ഇതിൽ വലിയ വലിയ ഇതിലേക്ക് എത്താൻ പറ്റും. നമ്മുടെ ലീഡർഷിപ്പ് സമ്മിറ്റില് ചേച്ചി നല്ലൊരു ലെവലിലായിട്ട് ചേച്ചിയും സ്റ്റേജിൽ കയറി ഒരു റെക്കഗ്നേഷൻ ഒക്കെ ഉണ്ടാവണം. ചേച്ചി മനസ്സിൽ എപ്പോഴും കാണണേ. അത് നമ്മുടെ മനസ്സിൽ കണ്ടാലും നമുക്ക് ശരിക്കും അത് ആക്ച്വലി ഉണ്ടാവുള്ളൂ. അത് ഓക്കെ. താങ്ക് യു.